ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഒക്ടോബർ മാസം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ മാസമാണ്. ജപമാല രാജ്ഞിയെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ജപമാല ചൊല്ലി അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മൾ അടുക്കുന്ന അവസരമാണ്. പ്രസിദ്ധമായ ഷാലോം TV 50 ലക്ഷത്തിൻ്റെ റോസറി വാർ ഒരുക്കി നമ്മളെല്ലാം ആ മാലയിൽ ചേർത്ത് വെച്ച് അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ യുവജനങ്ങളെപ്പറ്റി ചിന്തിച്ച് അവരെ അമ്മയിലൂടെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന ഒരു അവസരമാണ്. ഈ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു, സ്നേഹത്തിൻ്റെ ഇടങ്ങളാകേണ്ട കലാലയങ്ങൾ കലാപ ഭൂമിയായിട്ട് മാറുകയാണ്. യുവത്വത്തിന് അർത്ഥം നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ പ്രസിദ്ധനായ 2 നിരീശ്വരന്മാർ, അവർ ദൈവത്തെ നിഷേധിച്ച് അവസാനം ദൈവത്തിലെത്തിയ ഒരു ചിന്ത ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പ്രസിദ്ധനായ ആൽബർ കമു ആണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ മിത്ത് ഓഫ് സിസിഫസ്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ നാറാണത്ത് ഭ്രാന്തൻ. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിന് അർത്ഥമില്ല. തൻ്റെ യുവത്വത്തിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിന് അർത്ഥമില്ല, ഒറ്റ ലക്ഷ്യമുള്ളൂ, ആത്മഹത്യ ചെയ്യുക, വിരസമായ ജീവിതം. അവസാനം അദ്ദേഹം ബൈബിള് വായിച്ച് ദൈവത്തെ കണ്ടെത്തി അവസാനം അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞ ഹൃദയസ്പർശിയായ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ജീസസ് ഈസ് ദ ഒൺലി ആൻസർ. ഈശോ മാത്രമാണ് ഉത്തരം. അദ്ദേഹം മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഈശോ മാത്രമാണ് ഉത്തരം. അതുപോലെ മറ്റൊരു നിരീശ്വരനാണ് നീഷെ. നീഷെ ഒരിക്കൽ പറഞ്ഞു, ദൈവം മരിച്ചു, ദേവാലയം ദൈവത്തിൻ്റെ ശവപ്പെട്ടിയാണ്, അതിന് അവസാന ആണിയും അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുക. ഇത് പറഞ്ഞ നീഷെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഒരു പട്ടണത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മരിച്ചു: മൈ അൺനോൺ ലോഡ്, ഐ ആം തേസ്റ്റിംഗ് ഫോർ യു. എൻ്റെ അറിയപ്പെടാത്ത ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. അതുകൊണ്ട് യുവത്വത്തിൽ യേശുവിനെ കണ്ടെത്താൻ, ഒന്നാമതായിട്ട് നമ്മൾ കണ്ടെത്തുക, നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്നത് ഈശോ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം അത് പകർന്നു തരാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഒരു പക്ഷേ യുവത്വത്തിൻ്റെ പല തലങ്ങളിലൂടെ പോകുമ്പോൾ, നിരാശനാകുമ്പോൾ, തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ, ജീവിതത്തിന് അർത്ഥം കൊടുക്കാൻ കഴിയുക ഈശോയിലൂടെയാണ്. അത് നമ്മളെ സഹായിക്കുന്ന വിശുദ്ധ പരിശുദ്ധ വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് ഇതാ: നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്നത് അത് യേശുവാണ്. എന്ത് പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വന്നാലും യേശുവിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ കഴിവുള്ളത് നമ്മുടെ അമ്മയാണെന്ന് സംവേദിക്കാൻ, ഉദ്ഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു ചിന്ത കൂടെ ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ആവുന്ന പദത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കരുത്തു തരുന്നത് യേശുവാണ്. ഒരു പക്ഷേ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ കരുത്തു തരുന്നത് ഈശോയാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ഞാൻ മറ്റൊരു അനുഭവം പങ്കുവയ്ക്കട്ടെ. ഞാനൊരു കൊച്ചച്ഛനായിരുന്ന സമയത്ത് മൂലമറ്റത്ത് നിന്ന് തൊടുപുഴയ്ക്ക് പോയ കാര്യം ഓർക്കാം. ബസ്സിൽ കയറി, ബസ് നിറച്ച ആൾക്കാരാണ്. ഞാൻ ആഗ്രഹിച്ചു ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ. നിറയെ ആൾക്കാരുള്ള ബസ്സിൽ എങ്ങനെ സീറ്റ് കിട്ടും? ഞാൻ നോക്കിയപ്പോഴുണ്ട് ബസ്സിൻ്റെ മധ്യഭാഗത്ത് ഒരു സീറ്റ് കാലി.
ഞാൻ ഉടനെ പെട്ടെന്ന് ഒരു കസേര കളിയുടെ ഭാവത്തോടെ ഞാൻ ആ സീറ്റ് പോയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കിയില്ല. കാരണം വേറെ ഒരാൾ സീറ്റ് കൈവശമാക്കുന്നതിന് മുമ്പ് എനിക്ക് സീറ്റിലിരിക്കണം. ഞാൻ ഇരുന്നു. തൊട്ടടുത്തിരുന്ന ഒരാളൊരു ചോദ്യം, അച്ഛൻ ഏറ്റുപോകുന്നില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി, മനസ്സിലല്പം ദേഷ്യം തോന്നി. കാരണം വളരെ കഷ്ടപ്പെട്ട് ഒരു സീറ്റ് കൈവശമാക്കിയപ്പം ഏറ്റുപോകുന്നില്ലേ? ഞാൻ മനുഷ്യനെ നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഏറ്റുപോകണമെന്ന്. ഇതുപോലെ വിരൂപനായ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഒത്തിരി പേര് ഈ സീറ്റിലിരുന്നതാ. ഈ മനുഷ്യനെ കണ്ട് ഭയന്ന് അവരെല്ലാം ഏറ്റുപോയതാ. ഇതിനിടയ്ക്ക് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ കയ്യിൽ വന്നു. ശരീരം മുഴുവൻ മുഴുത്ത കുരുക്കൾ നിറഞ്ഞ വിരൂപനായ മനുഷ്യൻ. പുള്ളി എന്നോട് എന്തൊക്കെ പറഞ്ഞു, ഞാനും പറഞ്ഞു. യാത്ര തൊടുപുഴയിലെത്തി. അദ്ദേഹം ക്ഷണിച്ചു, നമുക്ക് ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കാം. ചായ കുടിച്ചു. പോകാൻ നേരത്ത് ഈ മനുഷ്യൻ ചങ്കുപൊട്ടി എന്നോട് പറഞ്ഞു, എന്നാലും അച്ഛൻ എന്നെ ഒന്ന് തൊട്ടല്ലോ. എല്ലാവരും എന്നെ വെറുക്കുക. എൻ്റെ ഭാര്യ വെറുക്കുന്നു, എൻ്റെ മക്കൾ വെറുക്കുന്നു, എൻ്റെ കൊച്ചുമക്കൾക്ക് എന്നെ ഭയവാ. അച്ഛൻ എന്നെ തൊട്ടല്ലോ. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, ഇങ്ങേരെ സ്പർശിച്ചെന്നാൽ ക്രിസ്തുവാണ് ഇങ്ങേരെ സ്പർശിച്ച്. യേശു തൊട്ടതാ, യേശുവിൻ്റെ സ്പർശനമാണ്. ഈ വ്യക്തി ഞാനല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു ഇങ്ങേരെ സ്നേഹിക്കുന്നു. ഒരു 38 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂട കണ്ണുനീര്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ജപമാല കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സ്ഥലം അന്വേഷിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവെച്ചൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാത്ത ഒരു നിറവ് എനിക്ക് കിട്ടി. ഈ ജപമാല ഞാനിപ്പോൾ കയ്യിൽ നിന്ന് വെളിയിൽ വയ്ക്കാറില്ല. ഈ ജപമാല എൻ്റെ ഒരു എനിക്ക് ശക്തി തരിക. ഈ ജപമാല പിടിക്കുമ്പോൾ എൻ്റെ തകർന്ന മനസ്സിൽ വലിയ ഒരു വൈദ്യുത പ്രവാഹം പോലെയാ അച്ഛാ. ഞാൻ സ്വീകരിക്കുന്നു. ഇതുവരെ ഞാൻ നിരാശനായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ച വ്യക്തിയെ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ സ്വീകരിക്കാൻ ശക്തി തരുന്നത് യേശു. അതിന് നമുക്ക് കരുത്ത് പകരുന്നത് മറിയാണ്. ഞാൻ എൻ്റെ മറ്റൊരു വ്യക്തിപരമായ അനുഭവം കൂടി ഓർക്കട്ടെ. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. എല്ലാ മാസവും ഞാൻ തൃശ്ശൂർ അമല ആശുപത്രി പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള വൈദികരും സിസ്റ്റേഴ്സും പല ക്യാൻസർ രോഗിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോകാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരിക്കൽ ഞാൻ പോയത് 12 വയസ്സുള്ള ഒരു പയ്യൻ്റെ അടുത്ത്. അവന് ബോൺ ക്യാൻസറിന് വലിയ വേദനയാണ്. അവൻ കട്ടിലേ കിടന്ന് അവൻ ചാടി മറിയ വേദന കൊണ്ട്. ഞാൻ അവൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി. അവൻ്റെ മുഖത്തൊരു പ്രകാശം. ഇതുപോലെ വേദന അനുഭവിക്കുന്ന യാതൊരു ഭാവവ്യത്യാസങ്ങളും അവൻ്റെ മനസ്സിലില്ല. ഞാൻ അനുഭവത്തോടെ നോക്കിയപ്പോൾ കണ്ടത് അവൻ്റെ 2 കൈയിൽ ജപമാല കിട്ടിയിരിക്കുന്നു. അവൻ്റെ കഴുത്തിലൊരു ജപമാല. അവൻ്റെ മാതാപിതാക്കളെ നോക്കി അവരുടെ മുഖത്ത് ഞാൻ പ്രകാശം കണ്ടു. കാരണം അവരുടെ കയ്യിലും അവരുടെ കഴുത്തിലും ജപമാല. അവർ പങ്കുവെച്ച, അച്ചു, ഈ ജപമാലയില്ലായിരുന്നെങ്കിൽ, ഈ അമ്മയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തകർന്നതിനെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ രോഗങ്ങൾ അത് സ്വീകരിക്കാൻ ശക്തി തരുന്നത് ജപമാലയാണ്. ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നു. 18 വർഷമായി ഈ അസുഖത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഈ ജപമാലയുടെ കരുത്താണ്. ഞാനിപ്പോൾ ചിറ്റാർ പള്ളിയിലാണ്. എല്ലാ ദിവസവും അവിടെ ജപമാലയുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ 1000 മണി ജപമാല. ഈ 1000 മണി ജപമാല പകർന്നു തരുന്ന കരുത്ത് സ്വീകരിക്കാൻ. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒരു കോവിഡിൻ്റെ കാലഘട്ടമാണ്. നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ പടിവാതിക്കൽ മരണം കാത്തു നിൽക്കുന്നുവെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. ഫോണിൽ 15 വ്യക്തികൾ നഷ്ടപ്പെട്ടു, 15 കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടു. അവരും കോവിഡിന് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഫലമായി ഉണ്ടായ
അസുഖത്തിൻ്റെ ഫലമായി അവർ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. ഒരു കാര്യം ഓർക്കണം, ദൈവം വിളിക്കുന്നു നമ്മെ സ്വർഗം നോക്കി ജീവിക്കാൻ. സ്വർഗം നോക്കി ജീവിക്കാൻ കരുത്തു തരുന്നത് തമ്പുരാനാ. മറിയം ഈ സ്വർഗത്തെ ഉദരത്തിലാക്കിയ വ്യക്തിയാണ്. അപ്പോൾ ഈ സ്വർഗോന്മുഖമായി ജീവിക്കാനുള്ള കരുത്തു തരുന്നത് അമ്മയാണ്. ഞാൻ സെമിനാരി കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുക. അന്ന് ഞാൻ അങ്കമാലി ആശുപത്രിയിൽ ബ്ലഡ് കൊടുക്കാൻ പോയി. പരിശോധന കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റർ പറഞ്ഞു, അരമണിക്കൂർ താമസമുണ്ട്, ഒരു കാര്യം ചെയ്യണം, രോഗികളെ സന്ദർശിക്കുക. ഈശോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ സിസ്റ്റർ പറഞ്ഞ രോഗിയുടെ അടുത്ത്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, റൂം നമ്പർ 13 മാതാവിൻ്റെ നമ്പരാണ്. ഞാൻ ആ മുറി നോക്കി, പുറത്തെഴുതി വച്ചിട്ടുണ്ട്, ഒരു അക്രൈസ്തവനാണ്, പേര്, വയസ്സ് 33. ഞാൻ വാതിൽ കൂടെ നോക്കിയപ്പോൾ ഉണ്ട്, അദ്ദേഹം ശരീരം മുഴുവൻ പഴുത്ത് കിടക്കാണ്. വലയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മറ്റ് പ്രാണികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. എനിക്ക് തോന്നി, ഇതുപോലെ പഴുത്ത് കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ ലോകയിട്ട് ചെന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അദ്ദേഹം ചോദിക്കുക, ദൈവം എവിടെ? ഞാനെന്ത് ഉത്തരം പറയും? ഞാൻ പിന്മാറാൻ ശ്രമിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നെ വിളിച്ചു, അച്ഛ അകത്ത് ചെല്ല്. ഞാനൊരു ചെമ്മാച്ചനാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല, അച്ഛനാണെന്നാണ് വിചാരിച്ചത്. അകത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുഖമാണ്, പരമസുഖം. എനിക്ക് തോന്നി ഈ മനുഷ്യന് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും പ്രശ്നമുണ്ട്. ഇതുപോലെ പുഴുത്ത് കിടക്കുമ്പോൾ സുഖമാണെന്ന് പറയണമെങ്കിൽ ഈ വ്യക്തി എന്നോട് ജീവിതം പങ്കുവെച്ചതോർക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു നിരീശ്വര സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ദൈവം ഇല്ലെന്ന് പറഞ്ഞു നടന്നു ഞാൻ. അവസാനം ഈ അസുഖം പിടിച്ചു. ഇത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ഈ അസുഖം വന്നാൽ ശരീരം പഴുക്കും, മുഴുവൻ പഴുക്കും. ഇതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഈ വ്യക്തി ഞാൻ കണ്ടെത്തുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, ശരീരം പഴുത്തു, ഉറക്കം നഷ്ടപ്പെട്ടു. ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങണം. ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങേർക്ക് വൈദ്യശാസ്ത്രത്തിൽ ഉറക്കാൻ പറ്റുമല്ല. ബഹുമാനപ്പെട്ട സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങണം. അവസാനം ഒരു സിസ്റ്റർ എനിക്കൊരു ബൈബിൾ തന്നിട്ട് പറഞ്ഞു, ഇത് വായിച്ചോ, ഉറങ്ങിക്കോളും. ഞാൻ ബൈബിൾ എടുത്തെറിഞ്ഞു. കാരണം ദൈവമില്ലെന്ന് പ്രഘോഷിച്ച വ്യക്തിയാണ്. 2-3 ദിവസം കഴിഞ്ഞ് ആരുമില്ലാത്തപ്പോൾ ഞാൻ ബൈബിൾ എടുത്തൊന്ന് വായിച്ചു. ഒറ്റ വെല്ലുവിളിയെ, എനിക്ക് അരമണിക്കൂറൊന്ന് ഉറങ്ങണം. അദ്ദേഹം പറഞ്ഞു, പിന്നീട് ഞാൻ ഉണർന്നത് 6 മണിക്കൂർ കഴിഞ്ഞ്. ഇതുവരെ ബൈബിൾ എറിഞ്ഞു കളിച്ച ഇദ്ദേഹം ചങ്കത്ത് ബൈബിൾ വച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നത് അവരെല്ലാവരും കണ്ടു നിറവോടെ. എൻ്റെ അച്ചോ, അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞു, അന്ന് ഞാൻ ദൈവത്തെ അനുഭവിച്ചു. ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയത്. ഇന്ന് ഞാൻ ജീവിക്കുന്നു സ്വർഗം നോക്കി, സ്വർഗത്തെ ലക്ഷ്യമാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വർഗത്തെ മുന്നിൽ കണ്ട് ജീവിക്കാൻ എനിക്ക് ശക്തി തന്നത് ഈ ബൈബിളാണ്. മാത്രമല്ല, അന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എനിക്ക് ജപമാല തന്നു. ഞാൻ ജപമാല പഠിച്ചു. ഇന്ന് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ജപമാല ജപിക്കുന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഉറങ്ങണ്ട. എനിക്ക് ഉറങ്ങിയാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ജപമാല ചെല്ലാൻ പറ്റില്ല. മാതാവ് എനിക്ക് അമ്മയായി, മാതാവ് എനിക്ക് സ്വാന്തനമായി, മാതാവ് ശക്തിയായി. സ്വർഗം നോക്കി ജീവിക്കാൻ കരുത്തു തന്നത് ഈ ജപമാലയും ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്നത് ഈശോ മാത്രമാണ്. അറിയണം, അതൊരു അറിവാണ്, അതൊരു നിറവാണ്, അതൊരു അഭിഷേകമാണ്. അതിനുവേണ്ടി നമുക്ക് സാധിക്കണം. അതിന് കരുത്തു തരുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ ജപമാല മാസത്തിൽ നിങ്ങൾ കയ്യിലെടുക്ക് ജപമാല എന്ന ആയുധം. സ്വർഗം തന്നെ ആയുധം, ഈശോ തന്നെ ആയുധം. അതെടുക്കണം. ഒരു പക്ഷേ നമുക്ക് പല വിചാരമുണ്ടായെങ്കിലും അത് കയ്യിലെടുക്കണം. നിങ്ങൾ അനുഭവിക്കും സ്വർഗത്തിൻ്റെ സ്പർശനം, യേശുവിൻ്റെ സ്പർശനം. നിങ്ങൾക്ക് കരുത്ത് തരും. നിങ്ങളുടെ മുറിവുകളിൽ അത് സൗഖ്യദായകമാകും, നിങ്ങളുടെ വേദനകളിൽ ശാന്തിയാകും. അതിനുള്ള വലിയ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ
ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് പങ്കുവച്ച ചിന്തകൾ ഹൃദയത്തെ സ്വീകരിച്ച് സംശീകരിച്ച് നമ്മെ നോക്കിയിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കാം. കൃപയുള്ളവരായി, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി, ജീവിതത്തിന് അർത്ഥമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അഭിഷേകവും ശക്തിയും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യീശോയുടെ തിരുസന്നിധി നമ്മളെല്ലാവരും ആയിരിക്കുന്ന അവസരമാണ്. സ്നേഹത്തോടെ നമ്മെ നോക്കുന്ന, നമ്മെ ചേർത്ത് വയ്ക്കുന്ന ദിവ്യകാരുണ്യീശോയുടെ തിരുസന്നിധിയിൽ എല്ലാം മറന്ന് കുറേ സമയം നമുക്കാകാം. ഈ ദിവസം ഏറ്റവും പ്രത്യേകമായി എല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് സമർപ്പിച്ച് ആരാധിക്കുന്ന സമയമാണ്. പത്രോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇവിടെ ആകുന്നതും ആയിരിക്കുന്നതും നല്ലത്, കൂടാരം കെട്ടാം. ഈ സമയം നമുക്കും പറയാം, ദൈവമേ, ഈ സമയം അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്, കൂടാരം കെട്ടാം. ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യകൂടാരത്തിൽ ഈശോട് ചേർന്ന് വിശുദ്ധ യോഹന്നാൻ, യുവാവായ വിശുദ്ധ യോഹന്നാൻ അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ മാറോട് ചേർന്നിരുന്നത് പോലെ ഈശോയുടെ വക്ഷത്തിൽ തലചായ്ച്ച് ഈശോയുടെ കൂടെ ആകാം. യോഹന്നാൻ്റെ സുവിശേഷം 3:27 ധ്യാനിക്കാം. സ്വർഗം നൽകുന്നില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. സ്വർഗം തരണം. ഈ ആരാധന സ്വർഗം തുറക്കുന്ന സമയമാകണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്,
നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്ക്, നമ്മുടെ നിരാശകളിലേക്ക് സ്വർഗം തുറക്കുന്ന സമയമാകണം. ഈ സമയം നമുക്കെല്ലാം മറന്ന് ഇതുവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അവൻ തന്ന എല്ലാ കൃപകളെ ഓർത്ത് നമുക്കവനെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്താം. നമുക്ക് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. സ്വർഗം തുറക്കപ്പെടുന്ന സമയമാകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ദിവ്യ സ്പർശനമുണ്ടാകുന്ന സമയമാകട്ടെ. അവൻ എന്നെ തൊടുന്ന, അവൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് എനിക്ക് പകരുന്ന നിമിഷമാകട്ടെ. കുർബാന അഗ്നിയാ, ചൂടാണ്. ആ ചൂടിൻ്റെ ദിവ്യ സ്പർശനം എനിക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം മറന്ന് നമുക്ക് ഈശോയെന്ന് ഉച്ചത്തിൽ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന സ്തുതിക്കുന്നു. യേശുവേ അവിടുത്തെ വലിയ കൃപകളും അഭിഷേകം ഞങ്ങളിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവിടുത്തെ സ്വർഗത്തിന്റെ വലിയ അഭിഷേകം ഈ നിമിഷം എല്ലാ മക്കളിലേക്ക് ഭക്ഷിക്കണമേ, കൃപയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. കൃപ, കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ നമ്മുടെ 2 കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടെ നമ്മുടെ യുവത്വത്തിന്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അർത്ഥമില്ലാത്ത അവസരങ്ങൾ, നിരാശകൾ, തകർച്ചകൾ എല്ലാം സമർപ്പിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് ഉച്ചത്തിൽ ഒരിക്കൽ കൂടെ പാടാം. യേശുവിനോട് ചേർന്ന് നിന്ന്, യേശുവിനെ ചേർത്ത് വെച്ച്, നമ്മെ ചേർത്ത് വെക്കുന്ന തമ്പുരാനോട് ചേർന്ന് നിന്ന് ഒരിക്കൽ കൂടെ നമുക്ക് പാടാം. അവനെ നോക്കി, സ്നേഹത്തോടെ നോക്കി, കരുണയോടെ നോക്കി ഒരിക്കൽ കൂടെ നമുക്ക് പാടാം. നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി എനിക്ക്. നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി എനിക്ക്. ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് തമ്പുരാന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം, അവൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് എനിക്ക് അനുഭവിക്കണം, അവനോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മാവിൽ, ഹൃദയത്തിലൊക്കെ ഒരു ശൂന്യതയുണ്ടെങ്കിൽ, ഒരു തകർച്ചയുണ്ടെങ്കിൽ, ഒരു നിരാശയുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഇടം നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തെ കൊണ്ട് നിറയണം, അവൻ്റെ സ്നേഹത്തെ കൊണ്ട് നിറയണം. അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോഴാ തമ്പുരാൻ വരിക. പറഞ്ഞില്ലേ, നീ ബലം പ്രയോഗിക്കണം, ആഗ്രഹിക്കുന്നവനിലേക്കാ വരിക. ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങളിൽ ഞാൻ മുട്ടും, നീ തുറക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ഈശോയ്ക്കായി തുറന്ന്, യുവാവായ യേശുവിനായി തുറന്ന്, അവൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിനും അവൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കൊതിയോടെ, ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി എനിക്ക്. നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി, നിൻ സ്നേഹം മതി എനിക്ക്. ഒരിക്കൽ കൂടെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഞാൻ വരുമ്പോഴാണ്. ഈശോ വരുമ്പോൾ മാത്രമാണ്. നമുക്ക് ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളെ സമർപ്പിക്കാം. ലോകം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക. എല്ലാ യുവജനങ്ങൾ
ഒത്തിരി തകർന്നവരുണ്ട്. പലതരത്തിലുള്ള പാപത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവരുണ്ട്. ലഹരി മരുന്നിന് അടിമകളായിട്ടുള്ളവരുണ്ട്. കലാലയങ്ങളിലൊക്കെ തകർന്നു വീഴുന്ന ജീവിതങ്ങളുണ്ട്. അതുപോലെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജോലിയില്ലാതെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്നവരുണ്ട്. ഇവരെല്ലാം നമുക്ക് കൊണ്ടുവരാം. ഇത് അമ്മയുടെ മാസമാണ്. ജപമാല കൊണ്ട് സ്നേഹത്തിൻ്റെ മുത്തുമണികൾ ചേർത്ത് വെച്ച് നമ്മൾ ജപമാല ചെല്ലുന്ന സമയമാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് തകർന്ന ഹൃദയങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട, ആ സ്നേഹം മതി എനിക്ക്. മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട, ആ സ്നേഹം മതി എനിക്ക്. ഒരിക്കൽ കൂടെ മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട, ആ സ്നേഹം മതി എനിക്ക്. ഈ പ്രാർത്ഥനയായി നമ്മുടെ ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജപമാലയുടെ ശക്തിയും അഭിഷേകവും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കൃപയായി അഭിഷേകമായി സ്വീകരിക്കാം. ജപമാല പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിവരും നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേനതമായ തലയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനാ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദേവകൽപ്പനയാൽ അങ്ങേ അറിയിച്ചെന്നു ധ്യാനിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയത്തിലും എപ്പോഴും ഈശോ മിശിഹായെ സംഗ്രഹിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ മേയേലിശ പുണ്യവതിയെ അങ്ങ് ചെന്നു കണ്ടപ്പോൾ ആ പുണ്യവതിക്ക് സർവേശ്വരൻ ചെയ്ത കരുണയെ കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ലൗകിക സന്തോഷങ്ങൾ പരിത്യജിച്ച് പരലോക സന്തോഷങ്ങളെ
ആഗ്രഹിച്ചു തേടുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവേ, അങ്ങേ കന്യാത്വത്തിന് ഭംഗം വരാതെ അങ്ങ് ദേവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുന്ന് ആത്മീയമായി ജനിക്കുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മഹാത്മാക്കൾ അവിടുത്തെ സ്തുതിക്കുന്നത് കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ അവിടുത്തേക്ക് യോഗ്യമായ ദേവാലയം ആയിരിക്കാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരനെ 12-ാം വയസ്സിൽ കാണാതെ പോയി 3-ാം ദിവസം ദേവാലയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ കണ്ടെത്തിയതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ അവിടുത്തെ ഒരിക്കലും പാപത്താൽ വിട്ടുപിരിയാതിരിക്കുവാനും വിട്ടുപിരിഞ്ഞ പോലുടൻ മനസ്സപിച്ച് കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റപ്പായേലേ, ശ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹനാനേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ചേർത്ത് പരിശുദ്ധ ദേവമാതാന തൃപ്പാദങ്ങൾ കാഴ്ചവെക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനികകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലതം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോദ്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനികാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തിരക്കൺ പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യുഗതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ ആരാധനയിൽ നമ്മളെല്ലാം പങ്കെടുത്തു. ഈശോ തന്ന എല്ലാ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ അടുത്തേക്ക് വരാൻ യോഹന്നാൻ്റെ സുവിശേഷം 6:44 നമ്മളിങ്ങനെ വായിക്കുമല്ലോ. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല. ഈശോ നമ്മെ ചേർത്ത് വെച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം